ഒരമ്മയുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മുന്നിൽ സാക്ഷാൽ നാഗരാജാവ് മകനായി അവതരിച്ച അത്ഭുത ഭൂമി, അതാണ് മണ്ണാറശാല. ഈ ഐതിഹ്യം തുടങ്ങുന്നത് പരശുരാമനിൽ നിന്നാണ്. മഴ എറിഞ്ഞ് അദ്ദേഹം സൃഷ്ടിച്ച കേരളത്തിലെ മണ്ണിന് കടുത്ത ഉപ്പുരസമായിരുന്നു. ഇത് മാറ്റാൻ സർപ്പവിഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന ശിവന്റെ ഉപദേശപ്രകാരം പരശുരാമൻ കഠിന തപസ് ചെയ്ത് നാഗരാജാവിനെ അവിടെ കുടിയിരുത്തി. പിന്നീട് ഒരിക്കൽ കാവിലുണ്ടായ വലിയ കാട്ടുതീയിൽ സർപ്പങ്ങൾ വെന്തുരുകിയപ്പോൾ അവരെ രക്ഷിക്കാൻ നാട്ടിലെ സ്ത്രീകൾ വെള്ളം കോരിയൊഴിച്ച് ആ മണ്ണ് തണുപ്പിച്ചു. അങ്ങനെ മണ്ണാറിയ ശാല പിന്നീട് മണ്ണാറശാലയായി മാറി. തീപ്പൊള്ളലേറ്റ നാഗങ്ങളെ മണ്ണാറശാല ഇല്ലത്തെ വാസുദേവൻ ശ്രീദേവി ദമ്പതികൾ സ്വന്തം മക്കളെ പോലെ ശുശ്രൂഷിച്ചു. അവരുടെ ഭക്തിയിൽ പ്രസാദിച്ച നാഗരാജാവ് താൻ തന്നെ അവർക്ക് മകനായി ജനിക്കുമെന്ന് വരം നൽകി. അധികം വൈകാതെ ശ്രീദേവി അന്തർജനം ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. അതിലൊന്ന് ഒരു മനുഷ്യക്കുഞ്ഞും രണ്ടാമത്തേത് സാക്ഷാൽ നാഗരാജാവിന്റെ അവതാരമായ 5 തലയുള്ള സർപ്പകുമാരനായിരുന്നു. വളരും തോറും ആ ബാലനിലെ ദിവ്യപ്രഭാവം ഏറി വന്നു. ഒടുവിൽ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി സമാധിയാകാൻ പോകുന്ന മകനെ കണ്ട് ആ അമ്മ പൊട്ടിക്കരഞ്ഞു. അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഒരു വാക്ക് നൽകി. കരയാതിരിക്കൂ അമ്മേ, വർഷത്തിൽ ഒരിക്കൽ ഞാൻ അമ്മയ്ക്ക് ദർശനം നൽകും. അമ്മയുടെ പൂജകൾ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും. ശിവരാത്രിക്ക് തൊട്ടടുത്ത ദിവസമാണ് ഭഗവാൻ അമ്മയ്ക്ക് ദർശനം നൽകുന്ന ആ പുണ്യദിനം. മണ്ണാറശാല കുടുംബാംഗങ്ങൾക്ക് നാഗരാജാവ് വെറും ഒരു ദൈവമല്ല, അവരെ കാത്തു സൂക്ഷിക്കുന്ന കാരണവനായ സാക്ഷാൽ മുത്തശ്ശനാണ്. ലോകത്തിൽ തന്നെ അപൂർവമായി സ്ത്രീകൾ പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന അത്ഭുത ക്ഷേത്രം കൂടിയാണ് മണ്ണാറശാല.